ഹായ്, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. അങ്ങനെ ഇന്ത്യ പോരാട്ടത്തിനൊടുവിൽ 2020 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ICICI വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ വൺ ഡേ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഫൈനലിൽ ഓസ്ട്രേലിയയിലൂടെ കിരീടം നഷ്ടമായെങ്കിൽ 2020 രോഹിതും കൂട്ടുകാരും ആ കിരീടം ഇന്ത്യക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഇന്ന് നടന്നത്. ആര് ജയിക്കും എന്ന ഒരു തോന്നൽ അവസാന നിമിഷം വരെ ആ കളിയിൽ ഉടനീളം കൊണ്ടുപോകാൻ രണ്ട് ടീമുകൾക്കും സാധിച്ചു. അത്ര വളരെ ശക്തമായ ടീം തന്നെയാണ്. അങ്ങനെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു കളി പോലും പരാജയപ്പെടാതെ അവസാനം വരെ നിന്ന് വേൾഡ് കപ്പ് സ്വന്തമാക്കി ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ കളിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ടോസ് നേടി ബാറ്റിംഗ് ആണ് നമ്മുടെ രോഹിത് ശർമ്മ തിരഞ്ഞെടുത്തത്. ബാറ്റിങ്ങിൽ തുടക്കത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വളരെ അറ്റാക്കിംഗ് ആയ ഒരു പ്ലേ തന്നെയായിരുന്നു എടുത്തിരുന്നത്. ഫസ്റ്റ് ഓവറിൽ തന്നെ 3 ബൗണ്ടറികളോടുകൂടി വിരാട് കോഹ്ലി വളരെ നല്ല ഫോമിലായിരുന്നു. ആദ്യ ബോൾ സിംഗിൾ നേടി രോഹിത് ശർമ്മ കൊടുത്തെങ്കിലും അതിനുശേഷമുള്ള ബോളുകളൊക്കെ ഫോറുകൾ നേടി ആദ്യത്തെ ഓവറിൽ 15 റൺസാണ് ജെയ്സൺ വഴങ്ങിയത്. എന്നാൽ രണ്ടാം ഓവറിൽ 2 പന്തുകൾ ബൗണ്ടറി കടത്തിയെങ്കിലും നാലാമത്തെ പന്തിൽ രോഹിത് ശർമ്മ ക്യാച്ച് നൽകി ഔട്ടാവുകയാണ് ഉണ്ടായത്. അടുത്ത പന്തിലിറങ്ങിയ ഋഷഭ് പന്ത് ആവട്ടെ ഡക്ക് ഔട്ട് ആവുകയും ചെയ്തു. മഹാരാജന് വിക്കറ്റ് കൊടുത്തുകൊണ്ട് ഡക്ക് ഔട്ട് ആവുകയും ചെയ്തു. അതിനുശേഷം ഇറങ്ങിയ സൂര്യകുമാർ യാദവും വളരെ പിടിച്ചു നിൽക്കാൻ ഒട്ടും സാധിക്കാതെ ഔട്ടാവുകയായിരുന്നു. റബദ വിക്കറ്റ് എടുത്തു സൂര്യകുമാർ യാദവിൻ്റെ. ഒരു നിമിഷം ഇന്ത്യ അടിപതറി എന്ന് തോന്നിയൊരു നിമിഷം രോഹിത് ശർമ്മ അക്സർ പട്ടേലിനെയാണ് ചുമതല ഏൽപ്പിച്ചു വിട്ടത്. അക്സർ പട്ടേൽ ആ ചുമതല വളരെ നല്ല വണ്ണം നിർവഹിച്ചു എന്ന് തന്നെ നമുക്ക് അറിയാം. കാരണം 4 സിക്സുകൾ അടങ്ങുന്ന ഒരു 4 അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു അക്സർ പട്ടേലിൻ്റെത്. വളരെ ഒരു റെസ്പോൺസിബിൾ ഇല്ലാതെ ഒരു സമയത്തുണ്ടായ വല്ല ഒരു ആശങ്ക കുഴപ്പമുണ്ടായ ഒരു സമയത്താണ് ആ ഒരു റണ്ണൗട്ട് അക്സർ പട്ടേൽ റണ്ണൗട്ട് ആകുന്നത്. പ്രതീക്ഷിക്കാതെ അക്സർ പട്ടേൽ ആ ത്രോ വരും എന്ന് പ്രതീക്ഷിക്കാതെ നിന്ന് സ്ലോ ആയ ഒരു സമയം, അതാണ് ആ ഒരു റണ്ണൗട്ടിന് കാരണമായത്. ഇല്ലെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടെ സ്കോർ നേടുമായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ ഡുബൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡുബൈ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. 16 പന്തിൽ 27 റൺസ് ഡുബൈ കരസ്ഥമാക്കി. വിരാട് കോഹ്ലി 59 പന്തിൽ 76 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. 2 സിക്സും 6 ഫോറുകളുമാണ് നേടിയത്. കാരണം ആ ഒരു സമയത്ത് ഇടയ്ക്കൊരു സമയത്ത് വിക്കറ്റ് പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായി വിരാട് കോഹ്ലി നിർവഹിച്ചു. അതിനുശേഷം ഇറങ്ങിയ ഹാർദിക് പാണ്ഡ്യയും ജഡേജയും ജസ്റ്റ് അവരുടെ റോളുകൾ ചെയ്തു എന്നുള്ളതല്ലാതെ വലിയ റൺ സ്കോറൊന്നും നേടാനുള്ള ടൈമുകൾ അവർക്ക് കിട്ടിയില്ല. എന്നാൽ അവരുടെ ബൗളേഴ്സിൻ്റെ കാര്യം പറയുകയാണ് എങ്കിൽ ജെയ്സൺ 1 വിക്കറ്റും, മഹാരാജ് 2 വിക്കറ്റും, റബദ 1 വിക്കറ്റും, നോട്ട്രിജി 2 വിക്കറ്റുമാണ് സ്വന്തമാക്കിയത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്ക വലിയ സ്കോറുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിലും ഹെഡ്രിക്കിൻ്റെ വിക്കറ്റ് ബുംറ സ്വന്തമാക്കുകയായിരുന്നു. ഹെഡ്രിക്ക് 4 റൺസിനാണ് ഔട്ടായത്. ആദ്യ വിക്കറ്റ് കിട്ടുമ്പോൾ സൗത്ത് ആഫ്രിക്ക 7 റൺസായിരുന്നു. എന്നാൽ രണ്ടാം വിക്കറ്റ് മക്രത്തിൻ്റെ വിക്കറ്റും വളരെ പെട്ടെന്ന് തന്നെ നഷ്ടമാവുകയാണ് ചെയ്തത്. അർഷദീപ് സിംഗ് ആണ് മക്രത്തിൻ്റെ വിക്കറ്റ് എടുത്തത്. അതിനുശേഷം ഡീകോക്കും സ്റ്റബ്സും തമ്മിലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ പാർട്ണർഷിപ്പിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അക്സർ പട്ടേലിന് സാധിച്ചു. സ്റ്റബ്സിൻ്റെ വിക്കറ്റ് അക്സർ പട്ടേൽ എടുത്തു, ബൗൾഡായിരുന്നു. അതിനുശേഷം വന്ന ഡീകോക്ക് ഔട്ടായി. ഡീകോക്കിൻ്റെ വിക്കറ്റ് എടുത്തത് അർഷദീപ് സിംഗ് തന്നെയാണ്. അതിനുശേഷം ക്ലാസൻ നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. ഒരു സമയം ക്ലാസൻ കാരണം സൗത്ത് ആഫ്രിക്ക ജയിക്കുമോ എന്നൊരു ആശങ്കയിലായിരുന്നു എല്ലാവരും. മില്ലറും കൂടെ ചേർന്നപ്പോൾ ക്ലാസനും മില്ലറും കൂടെ നല്ലൊരു പാർട്ണർഷിപ്പിൽ പോവുകയും ക്ലാസൻ വളരെ അഗ്രസീവായുള്ളൊരു പ്ലേയിങ് ഒക്കെ ആയിരുന്നു. കാരണം 27 പന്തിൽ 52 റൺസാണ് ക്ലാസൻ നേടിയത്. സ്പിന്നേഴ്സിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പിന്നേഴ്സ് എല്ലാം ക്ലാസിൻ്റെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു. അക്സർ പട്ടേലും അതുപോലെ തന്നെ കുൽദീപ് യാദവും
വളരെ സ്കോർ നൽകേണ്ടി വന്നു ഒരു അവസ്ഥയായിരുന്നു. 5 6ഉം 2 4ഉമാണ് ക്ലാസൻ നേടിയത്. എന്നാൽ ഹർദിക് പാണ്ഡ്യയുടെ അടുത്തൊരു ഓവർ വന്നത് വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ഹർദിക് പാണ്ഡ്യയുടെ പന്തിൽ ഋഷഭ് പന്തിന് ക്യാച്ച് നൽകിക്കൊണ്ട് ക്ലാസൻ ഔട്ടാവുകയായിരുന്നു. എന്നാൽ ജെയ്സന് പിന്നെ പിടിച്ചു നിൽക്കാനാകില്ല. ജെയ്സൺ ബുംറയുടെ പന്തിൽ ബോൾഡായി. അതിനുശേഷം മില്ലർ ഔട്ടാവുകയായിരുന്നു. ലാസ്റ്റ് ഓവറിലെ ഫസ്റ്റ് പന്തിലാണ് മില്ലർ ഔട്ടായത്. മില്ലർ ഔട്ടായതോടുകൂടി ഒരു 6 തന്നെയായിരുന്നു. എന്നാൽ സൂര്യകുമാർ യാദവിൻ്റെ ബുദ്ധിപരമായും വളരെ സ്കില്ലുമായൊരു ക്യാച്ചായിരുന്നു അത്. സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ നല്ലൊരു ക്യാച്ച് എന്നതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഒരു 6 ആയ ഒരു ബോളിനെ എടുത്ത് ക്യാച്ചാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. അതോടെ കളിയുടെ ഗതി മൊത്തത്തിൽ മാറുകയായിരുന്നു. അതിനുശേഷം റബദ ഒരു 4 അടിച്ചുവെങ്കിലും ലാസ്റ്റ് സൂര്യകുമാർ യാദവ് തന്നെ റബദയും ക്യാച്ച് എടുത്ത് ഔട്ടാക്കി. അങ്ങനെ ഹർദിക് പാണ്ഡ്യയ്ക്ക് ലാസ്റ്റ് ഓവറിൽ 2 വിക്കറ്റുകൾ കിട്ടുകയും അവസാന പന്തിൽ അവർ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ 17 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കിരീടം ചൂടുകയായിരുന്നു. വിരാട് കോഹ്ലി 76 റൺസും അക്സർ പട്ടേൽ 47 റൺസുമാണ് സ്വന്തമാക്കിയത്. ദുബൈ 27 റൺസ്, രോഹിത് ശർമ്മ 9 റൺസ് മാത്രമാണ് എടുത്തത്. എന്നാൽ ക്ലാസൻ സൗത്ത് ആഫ്രിക്കയുടെ നോക്കുകയാണെങ്കിൽ ക്ലാസൻ 52, ഡീകോക്ക് 39, സ്റ്റബ്സ് 31, മില്ലർ 21. എല്ലാവരും വളരെ നല്ല ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. നമുക്ക് ആരെയും വേർതിരിച്ച് വരാൻ പറ്റാത്ത രീതിയിലുള്ള ബാറ്റിങ്ങും ബൗളിങ്ങുമായിരുന്നു ഇരു ടീമുകളുടെയും. ബൗളിംഗ് പറയാനും മഹാരാജ 2 വിക്കറ്റും, നോട്രിജ് 2 വിക്കറ്റ്, റബദ 1 വിക്കറ്റ്, ജെയ്സൺ 1 വിക്കറ്റ്, അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ 3 വിക്കറ്റ്, ബുംറ 2 വിക്കറ്റ്, ഹർഷീപ് സിംഗ് 2 വിക്കറ്റ്, അക്സർ പട്ടേൽ 1 വിക്കറ്റ്. അങ്ങനെയായിരുന്നു വിക്കറ്റുകളുടെയും കണക്ക്. അങ്ങനെ ഇന്ത്യ 7 റൺസിന് ഫൈനൽ വിജയിച്ചു. സൗത്ത് ആഫ്രിക്കയോട് കൂടി നേടിയ വളരെ പോരാടി നേടിയ വിജയം എന്ന് തന്നെ അതിനെ പറയാൻ സാധിക്കും. ഒരു ടീം വർക്ക് തന്നെയായിരുന്നു സത്യത്തിൽ ആ ഒരു വിജയത്തിന് പിന്നിൽ എന്ന് പറയുന്നത്. എല്ലാ കളിക്കാരും ഒരുപോലെ കളിച്ച ഒരു ഗെയിമായി ആ ഫൈനൽ മാറി. രോഹിത് ശർമ്മയുടെയും അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ ആയിരുന്നാലും ഫൈനൽ ഓവർ ഇത്രയും ഭംഗിയായി തനിക്ക് കൊടുത്ത ഇത്രയും ഭംഗിയായി ചെയ്യാൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഇതാണ് ഇന്ത്യയുടെ ടീം വർക്കിൻ്റെ പ്രത്യേകത. 2-3 വർഷമായി അവർ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലം ഇന്ന് അവർക്ക് കിട്ടി എന്ന് രോഹിത് ശർമ്മ പിന്നീട് പറയുകയുണ്ടായി. വളരെ സന്തോഷകരമായ നിമിഷം തന്നെയായിരുന്നു. അതിനുശേഷം വന്ന അനൗൺസ്മെൻറ്റിൽ വിരാട് കോഹ്ലി തൻ്റെ 2020 കരിയർ അവസാനിപ്പിക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ തലമുറകൾ വളർന്നു വരട്ടെ എന്നാണ് വിരാട് കോഹ്ലി പറഞ്ഞത്. വളരെ എന്താ പറയുക, ഒരു വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും നല്ല നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടും ഇന്ത്യക്ക് അർഹിച്ച ഒരു വിജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചു. 1 ഡേ വേൾഡ് കപ്പ് നഷ്ടമായെങ്കിലും കളികളിൽ വിജയപരാജയങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് പരാജയപ്പെട്ടെങ്കിലും അതിന് മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ 2020 വേൾഡ് കപ്പ് അങ്ങനെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ അവരുടെ കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. താങ്ക് യു.